CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഇരുമ്പപ്പെട്ടി കുണ്ടന്നൂരിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 24 ചാക്ക് ഓലപ്പടക്കവും 7 കിലോഗ്രാം പൊട്ടാസ്യം ക്ലോറേറ്റും വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. വെടിക്കെട്ട് കലാകാരൻ കുണ്ടന്നൂർ സുന്ദരാക്ഷന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. സുന്ദരാക്ഷനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ 11 ദിവസങ്ങളിലായി നടത്തിവന്നിരുന്ന പുസ്തകോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബജറ്റ് 2025-26 എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. ആദരം മാതൃഭാഷയ്ക്കും ആൻഡോമാഷനും എന്ന പേരിൽ മാർച്ച് 30-ന് മറ്റത്ത് സംഘടിപ്പിക്കുന്ന മലയാള മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. ചാത്തന്നൂരിൽ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ബൈക്ക് കത്തിനശിച്ചു. യാത്രക്കാരൻ ചാടി രക്ഷപ്പെട്ടു. മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പോർക്കുളം പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും സംയുക്തമായി മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന തെരുവു നായ്ക്കളിൽ പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് കുന്നംകുളം മാർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലേക്കുള്ള വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര ശനിയാഴ്ച നടക്കും. ലഹരി ഉപയോഗത്തിനെതിരെ ചാവക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസും ഇരിങ്ങപ്പുറം ഗ്രാമീണ വായനശാലയും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മേരെ പ്യാരെ ചങ്ങായിസ് എന്ന പേരിൽ അതിഥി തൊഴിലാളികൾക്കായി വേറിട്ട ഇഫ്താർ വിരുന്നൊരുക്കി പെരുമ്പിലാവ് അൻസാർ കോളേജിലെ BEd വിദ്യാർത്ഥിനികൾ. 1 രൂപയ്ക്ക് 1 ലിറ്റർ വെള്ളം. പെരുമ്പിലാവിൽ വാട്ടർ ATMന്റെ നിർമ്മാണം തുടങ്ങി. സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്യുന്ന ഒട്ടേറെ യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രയോജനപ്രദമായ കുടിവെള്ള ATM പദ്ധതിയുടെ നിർമ്മാണമാണ് തുടങ്ങിയത്. പരൂർ മഹൽ മീഡിയയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും നോമ്പുതുറയും സംഘടിപ്പിച്ചു. ഇവന്റ് വർക്കേഴ്സ് മേഖലയിലെ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവന്റ് വർക്കേഴ്സ് യൂണിയൻ CITU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി MP രാജേഷിന് നിവേദനം സമർപ്പിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്തിലെ 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വിഭാഗത്തിന് 77,000 രൂപയും ജനറൽ വിഭാഗത്തിന് 3,29,300 രൂപയും ചിലവഴിച്ചാണ് കട്ടിൽ വിതരണം നടത്തിയത്. പുന്നയൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മന്ദലാംകുന്നിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മാലിന്യ പ്ലാന്റിനെതിരെ നാട്ടുകാർ. ജനവാസം കുറവായ മേഖലകളിൽ പ്ലാന്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ അധികൃതർക്ക് നിവേദനം നൽകി. വേനൽ കടുത്തതോടെ ഗുരുതര കുടിവെള്ള ദൗർലഭ്യം നേരിടുന്ന തലക്കോട്ടുകര, മണലി, കേച്ചേരി, റെനിൽ വരെയുള്ള ഭാഗങ്ങളിലേക്ക് വാഴാനി കനാലിലൂടെ വെള്ളമെത്തിച്ച ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരെ ചൂണ്ടൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പുന്നയൂർക്കുളം തൃപ്പറ്റ് മര്യാദമുല ചാരിറ്റബിൾ സൊസൈറ്റി റംസാൻ വിഷു കിറ്റ് വിതരണം ചെയ്തു. പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. എളവള്ളി പഞ്ചായത്ത് 11-ാം വാർഡിലെ കാക്കശ്ശേരി ലക്ഷ്യം വീട് ഉന്നതിയിലെ 30ഓളം കുടുംബങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് സ്ഥാപിച്ച 2000 ലിറ്ററിന്റെ വാട്ടർ ടാങ്കും അനുബന്ധ പൈപ്പുകളും ഉപയോഗശൂന്യമായതായി കോൺഗ്രസ്. 1.5 വർഷം പിന്നിടുമ്പോഴും വൈദ്യുതി ലഭിക്കാത്തതുമൂലം ഇതുവരെയും പദ്ധതി ആരംഭിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ആരോപണം. മരുത്തങ്കോട് അമ്പലംപള്ളി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ഏകദിന ഏകാദശ യുദ്ധയാഗം ശനിയാഴ്ച നടക്കും. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 28-29 തീയതികളിലായി ഗുരുവായൂർ ടൗൺ ഹാളിൽ നടക്കും. സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം ചൊവ്വന്നൂർ കരുണാലയത്തിൽ ആദരവ് 2025 സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.